അബ്രഹാം ദൈവത്തെ റാഫയായി കണ്ടു, റാഫയായി സൗഖ്യമായിട്ട് കണ്ടു, ഈരയായി കണ്ടു, കരുതുന്നവനായി കണ്ടു, സൗഖ്യമായി കണ്ടു, കരുതുന്നവനായി കണ്ടു, യജമാനനായി കണ്ടു, അപ്പനായി കണ്ടു, തൻ്റെ ഉപനിധിയായി കണ്ടു, വാഗ്ദത്തത്തെ നിവർത്തിക്കുന്നവനായി കണ്ടു, തൻ്റെ പ്രതിഫലമായി കണ്ടു, മൽക്കീസദേക്കായി കണ്ടു. ഇത്ര നിലയിൽ ഈ അബ്രഹാം ദൈവത്തെ കണ്ടു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യഹൂദന്മാരോട് യേശു പറയുന്നത്, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നോർത്ത് കാത്തിരുന്നു. അവൻ കാണുകയും കണ്ട് ഉല്ലസിക്കുകയും ചെയ്തു. അബ്രഹാം എങ്ങനെ കണ്ടു യേശുവിനെ? മൽക്കീസദേക്കായി. ആ യേശുവിനെ കണ്ട അബ്രഹാം പറഞ്ഞ വാക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാനും മകനും ആരാധന കഴിച്ചിട്ട് വരും. ഞാൻ ഈ യാത്രയിൽ എങ്ങനെ കയറിപ്പോകുന്നു അങ്ങനെ അതിനേക്കാൾ സന്തോഷത്തോടെ വരും. കാരണം ഈ ജീവിതം ഇടവഴിയിൽ തീരത്തില്ല. കർത്താവിനെ കണ്ടവരുടെ ജീവിതം ഇടവഴിയിൽ തീരത്തില്ല കേട്ടോ. പ്രതിസന്ധിയുടെ ആഴങ്ങളുണ്ടായിരിക്കാം, പ്രതിസന്ധിയുടെ അഗ്നികളുണ്ടായിരിക്കാം, പക്ഷേ ഇടവഴിയിൽ തീരത്തില്ല.